ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്വിക്ക് ആൻഡ് ഈസി സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ക്വിക്ക് ആൻഡ് ഈസി എന്ന് പറയാൻ കാരണം നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റായോ അല്ലെങ്കിൽ ഒരു ക്വിക്ക് സ്നാക്കായോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ സാൻഡ്വിച്ച് റെഡിയാക്കാൻ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡ്സ് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാനല്ലാതെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെജിറ്റബിൾസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സർക്കുലറായിട്ട് കട്ട് ചെയ്ത ഓണിയൻസ്, ക്യാരറ്റ്, ക്യൂക്കമ്പർ, പിന്നെ ടൊമാറ്റോസ്. ഈ സാൻഡ്വിച്ചിനകത്ത് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് മിൻറ്റ് ചട്നി. മിൻറ്റ് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് തേങ്ങ, ഒരു 1/4 കപ്പ് കൊറിയാണ്ടർ ലീവ്സ്, 1/4 കപ്പ് മിൻറ്റ് ലീവ്സ്, എരിവിനാവശ്യമുള്ള ഗ്രീൻ ചില്ലി, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം പുളി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഷുഗർ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വെള്ളം അധികം ചേർക്കാണ്ട് വേണം മിക്സി അടിച്ചെടുക്കാൻ. വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ബ്രെഡിൽ അപ്ലൈ ചെയ്യാനും ടോസ്റ്റ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനിത് മിക്സി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ നമുക്ക് ആവശ്യമുണ്ട്, ബട്ടർ. അപ്പോൾ ബട്ടറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബ്രെഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബ്രെഡിൻ്റെ 2 വശത്തും ബട്ടർ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ തൽക്കാലത്തിന് ഞാൻ ഒരു വശത്ത് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. നമുക്ക് ടോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മറുവശത്തും കൂടി ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മിൻറ്റ് ചട്നിയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിക്കായിട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. 2 സ്ലൈസിലും ബട്ടറും മിൻറ്റ് ചട്നിയും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ സ്ലൈസിനകത്ത് വെജിറ്റബിൾസ് അറേഞ്ച് ചെയ്യുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അനിയൻസ്, ക്യാരറ്റ്, ക്യൂക്കമ്പർ, പിന്നെ ടൊമാറ്റോസ്. എല്ലാം സർക്കുലറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സ്ലൈസിനകത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. വേറെ വെജിറ്റബിൾസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഈ സ്ലൈസിൻ്റെ മറുവശത്ത് ബട്ടർ ഒന്ന് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബട്ടർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ സാൻഡ്വിച്ച് ടോസ്റ്ററിൽ ഈ ബ്രെഡ് പറ്റി പിടിക്കാതിരിക്കാനാണ്. രണ്ടാമത്തത്, നമ്മുടെ സാൻഡ്വിച്ചിന് നല്ലൊരു ബ്രൗൺ അപ്പിയറൻസും പിന്നെ ഒരു ക്രിസ്പി ടെക്സ്ചറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 സൈഡിൽ ബട്ടർ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാൻഡ്വിച്ച് ടോസ്റ്റർ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. 2 വശവും തിരിച്ചും മറിച്ചും ഒന്ന് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് ഈ സാൻഡ്വിച്ച് ടോസ്റ്ററിനകത്ത് വെച്ച് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് തവയിലും ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് സാൻഡ്വിച്ച് ടോസ്റ്റർ ഉള്ളതുകൊണ്ട് ഞാനിതിൽ ചെയ്തെടുത്തു. ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ 2 സൈഡും നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കുക. ദേ കണ്ടില്ലേ, നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു.